നമസ്കാരം ഗൈസ്, ഞാൻ നിങ്ങളുടെ സ്വന്തം SB. അപ്പം ഇന്നത്തെ നമ്മുടെ വീഡിയോ ക്രെറ്റ EVയെ പറ്റി സംസാരിക്കാൻ വേണ്ടിയാണ്. ഞാനും നിങ്ങളും ഒരേപോലെ കാത്തിരുന്ന വാഹനമാണ് ക്രെറ്റ EV. മീഡിയ ഡ്രൈവിലേക്കൊന്നും വിളിക്കാനും മാത്രം ലെവലിൽ നമ്മൾ എത്താത്തതുകൊണ്ട് ഞാൻ എൻ്റെ പാവപ്പെട്ട റിറ്റ്സ് ഓടിച്ചുകൊണ്ട് ക്രെറ്റ EVയെ പറ്റി സംസാരിക്കാം എന്നങ്ങ് വിചാരിച്ചു. കോട്ടയം ലുലുമാളിലേക്കുള്ള വഴിയിലാണ് ഇപ്പോൾ. അപ്പം കൂടുതൽ ഈ വണ്ടിയെ പറ്റി പറയുമ്പോൾ ഗൈസ്, ഒരു കിട്ടിക്കാച്ചി വാഹനം എന്ന് വേണം പറയാൻ. എൻ്റെ ഒരു പോയിന്റ് ഓഫ് വ്യൂ, പേഴ്സണൽ അഭിപ്രായത്തിൽ ഞാൻ ഈ വണ്ടിയെ കാത്തിരിക്കാനുള്ള കാര്യം തന്നെ, ഒരു പച്ച നമ്പർ പ്ലേറ്റ് ഇല്ലെങ്കിൽ ഈ വണ്ടി പെട്രോൾ ആണോ ഡീസൽ ആണോ എന്ന് അറിയാൻ മേലാത്തൊരു ടൈപ്പിലാണ് ഡിസൈൻ വന്നേക്കുന്നത്. അതായത് നോർമൽ ആയിട്ടുള്ള പെട്രോൾ ഡീസൽ ക്രെറ്റ പോലെ തന്നെയാണ് ഈ ക്രെറ്റ EV വന്നേക്കുന്നത് വേണം പറയാൻ. അതും അതിന് അടിപൊളി ഒരു കളറും കൊടുത്തിട്ടുണ്ട് ആ വണ്ടിക്ക്. എനിക്ക് ഈ വണ്ടിയെ ഇഷ്ടപ്പെട്ട 3 കാര്യങ്ങൾ എന്തൊക്കെയാന്ന് വെച്ചാൽ, ഒന്ന് അതിന്റെ സ്റ്റിയറിംഗ് വീല്, രണ്ട് ഈ ഒരു മാറ്റ് ബ്ലൂ കളറ്, പിന്നെ ഈ ഒരു പാസഞ്ചർ സീറ്റിന്റെ അഡ്ജസ്റ്റ്മെന്റ്. ഒരു കാര്യം കൂടി ഉണ്ട്, ആ ഒരു സെൻട്രൽ കൺസോളിലെ ഒരു ഫ്ലോട്ടിംഗ് പാനൽ. ഈ 4 കാര്യങ്ങൾ എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഇഷ്ടപ്പെട്ടു. ഇതുകൊണ്ടാണ് ഈ വണ്ടി എനിക്ക് പ്രിയപ്പെട്ടതായി മാറുന്നത്. അപ്പൊ ഇനിയിപ്പോ കോമ്പറ്റീറ്റേഴ്സ് ആയിട്ട് പല വണ്ടികളും വരാനിരിക്കുന്നുണ്ട്. ഇപ്പം മാരുതി ഈവിറ്റാര വരുന്നുണ്ട്, അതുപോലെ ഹാരിയറിന്റെ EV വരുന്നുണ്ട്, ഇപ്പൊ എക്സിസ്റ്റിംഗ് ആണുള്ള കർവ്. അങ്ങനെ എല്ലാം കൊണ്ടും ക്രെറ്റ EV വന്നേക്കുന്ന ഈ സമയം കറക്റ്റ് ആണെന്ന് വേണം പറയാൻ. ഇനിയിപ്പോ EV സെഗ്മെന്റ് നല്ലൊരു കോമ്പറ്റീഷൻ കൂടെ വരാൻ ചാൻസ് ഉണ്ട്. ശരിക്കും പറഞ്ഞാൽ ഈ വണ്ടിയുടെ വില കേട്ടപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി. ഞാനൊരു 20 to 25 പ്രതീക്ഷിച്ചത്. പക്ഷെ ഹുണ്ടായി എന്നെ ഞെട്ടിച്ചുകൊണ്ട് 17.99 to 23.5 ലക്ഷം രൂപയിലാണ് ഈ വണ്ടിയുടെ വില കൊണ്ടൊതുക്കിയത്. ശരിക്കും പറഞ്ഞാൽ നല്ലൊരു പ്രൈസിങ് ആണ്. അപ്പം അതുകൊണ്ട് തന്നെ ഇപ്പൊ കർവ് EVക്ക് ആണെങ്കിലും ഇനി വരാൻ പോകുന്ന ഈവിറ്റാരയൊക്കെ ആണെങ്കിലും ഹാരിയറൊക്കെ ആണെങ്കിലും ആ ഒരു റേഞ്ച് വരും നമുക്ക് എന്നെ കാണിച്ചാൽ ഉറപ്പാണ്. ഇനിയിപ്പോ ഒരു സെൽട്ടോസ് EVയും കൂടെ ഈ കൂടെ വരാനിരിക്കുന്നുണ്ടായിരിക്കും എന്ന് നമുക്ക് കരുതാം. ഇവൻ എന്തായാലും വന്നില്ലേ. പിന്നെ ഈ വണ്ടിക്ക് എടുത്തു പറയേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ വണ്ടി ഉണ്ടാക്കിയിരിക്കുന്നത്, ക്രെറ്റ EV ഉണ്ടാക്കിയിരിക്കുന്നത് അല്ലെങ്കിൽ അതിന്റെ പ്ലാറ്റ്ഫോം എന്ന് പറഞ്ഞാൽ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള പെട്രോൾ ഡീസൽ ക്രെറ്റയുടെ അതേ പ്ലാറ്റ്ഫോമാണ്. ഇനി വരാൻ പോകുന്ന ഈവിറ്റാരെയും മഹീന്ദ്രയുടെ ആ ഒരു പുതിയ EV, അതിന്റെ പേര് എനിക്ക് എപ്പോഴും ഓർമ്മ കിട്ടാറില്ല. ആ ഈവിറ്റാരെയും മഹീന്ദ്രയുടെ ആ ഒരു EVയും ഡെഡിക്കേറ്റഡ് EV പ്ലാറ്റ്ഫോംസ് ആണെങ്കിലും ഈ വണ്ടി ആ ഒരു ക്രെറ്റ പെട്രോൾ ഡീസലിന് അതേ പ്ലാറ്റ്ഫോമാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ അതിന്റെ ആ ഒരു വെയിറ്റും അതിന്റെ ഒരു കാര്യങ്ങളും ഡ്രൈവബിലിറ്റി എല്ലാം ഈ വാഹനത്തിനും കിട്ടും എന്നാണ് വണ്ടി ഓടിച്ച ആൾക്കാർ പറഞ്ഞത്. വണ്ടി ഡീലർഷിപ്പിലേക്കൊന്നും വന്നിട്ടില്ല, ടെസ്റ്റ് ഡ്രൈവ് ഒന്നും വന്നിട്ടില്ല. ഞാൻ ഒന്ന് ഓടിച്ചേച്ച് എന്നാണെങ്കിലും റിവ്യൂ ചെയ്യാൻ പോകുന്നൊരു വണ്ടിയായിരിക്കും ക്രെറ്റ EV. എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടു ആ വണ്ടി. പിന്നെ ഇഷ്ടപ്പെട്ട ഫീച്ചേഴ്സിനെ പറ്റി കൂടുതൽ സംസാരിച്ചാൽ, ഫസ്റ്റ് ലൈനെ പറയാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ അതിന്റെ ആ ഒരു പാസഞ്ചർ സീറ്റ് ആണ്, ഫ്രണ്ടിലെ പാസഞ്ചർ സീറ്റ്. ഇപ്പൊ ഷോഫർ ഡ്രീവണൊക്കെ ആവുന്ന കേസിൽ, ഡ്രൈവർ ഓടിക്കുന്ന കേസിലാണെന്നുണ്ടെങ്കിൽ വണ്ടിയുടെ ഓണർക്ക് ബാക്കിൽ ഇരുന്നാല് ഈ ഫ്രണ്ടിലെ പാസഞ്ചർ സീറ്റ് ഒരു സ്വിച്ച് കൊണ്ട് ഫ്രണ്ടിലോട്ടും ബാക്കോട്ടും ചലിപ്പിക്കാൻ പറ്റും. അതായത് ബാക്കിലെ ആൾക്ക് കൂടുതൽ ലെഗ് സ്പേസ് കണ്ടെത്തി സുഖമായിട്ട് യാത്ര ചെയ്യാൻ സാധിക്കുന്നുള്ള ഒരു പ്ലസ് പോയിന്റ് തന്നെയാണ് ഈ വണ്ടിക്ക്. അതോടൊപ്പം തന്നെ ആ ഒരു കിയ സൈറോസിലേക്കും വരാനിരിക്കുന്ന പോലത്തെ ആ ഒരു ബാക്കിലെ സീറ്റ് റിക്ലൈനബിൾ ആയിരുന്നു എങ്കിൽ കുറച്ചും കൂടെ ഒരു ലക്ഷറി ടൈപ്പ്, ഒരു മെർസിഡീസ് ബെൻസിന്റെ ടൈപ്പിലോട്ട് വന്നേനെ എന്ന് വേണം പറയാൻ. ശരിക്കും പറഞ്ഞാൽ ആ ഒരു ഫീച്ചർ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഏതെങ്കിലും വണ്ടി കൊണ്ടുവന്ന് എനിക്ക് അറിയാൻ മേല. അറിയാമെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യുക. അത് ഫ്രണ്ടിലെ പാസഞ്ചർ സീറ്റ് ബാക്കി ചെയ്തുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ചലിപ്പിക്കാൻ പറ്റുന്ന ഫീച്ചർ ഉണ്ടോ എനിക്ക് അറിയാൻ മേല. ഉണ്ടെങ്കിൽ നിങ്ങൾ പറയാം. അപ്പം അതെനിക്ക് ഇഷ്ടപ്പെട്ട ഫസ്റ്റ് ഫീച്ചർ. പിന്നെ ഇതിന്റെ സ്റ്റിയറിംഗ് വീല്. ആ സ്റ്റിയറിംഗ് വീല് കയറ്റിയപ്പോഴത്തേനും വണ്ടിയുടെ ടോട്ടൽ ഫീല്, ഇന്റീരിയറിന്റെ ഡാഷ്ബോർഡിന്റെ ടോട്ടൽ ഫീൽ അങ്ങ് മാറി. ഇപ്പൊ എക്സിസ്റ്റിംഗ് ക്രെറ്റയ്ക്ക് വരുന്ന ആ ഒരു ഹുണ്ടായുടെ ഒരു ടിപ്പിക്കൽ തനതായ 2 സ്പോക്ക്, സ്പ്ലിറ്റഡ് 2 സ്പോക്ക് സ്റ്റിയറിംഗ് വീൽ ആണെങ്കിൽ, ഈ പുതിയ ക്രെറ്റ EVക്ക് വന്നേക്കുന്ന കൊറിയൻ മാർക്കറ്റിലൊക്കെ അവൈലബിൾ ആയിട്ടുള്ള ആ ഒരു കോന EVയുടെ 3 സ്പോക്ക് സ്റ്റിയറിംഗ് വീലാണ്. എനിക്ക് പേഴ്സണലി 2 സ്പോക്ക് സ്റ്റിയറിംഗ് വീൽ ഇഷ്ടമല്ല. ഇഷ്ടം ആണോ എന്ന് ചോദിച്ചാൽ കുറച്ചും കൂടി താല്പര്യമുള്ള ഒരു 2 സ്പോക്ക് സ്റ്റിയറിംഗ് വീൽ സ്കോഡയുടെയും വോക്സ്വാഗന്റെ ഒക്കെയാണ്. ഈ ടാറ്റയുടെയും ഹുണ്ടായുടെയും ഒക്കെ വെറും വേസ്റ്റ് ആണ് എന്റെ അഭിപ്രായം, പേഴ്സണൽ അഭിപ്രായം കേട്ടോ. നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ കമന്റ് ചെയ്യുക. ആ ഒരു 3 സ്പോക്ക് സ്റ്റിയറിംഗ് വീല് ഫുൾ ബ്ലാക്കിൽ, അതിനകത്ത് വേറെ അലുമിനിയം ഇൻസേർട്ടോ ക്രോമോ ഒന്നുമില്ല, ഫുൾ ബ്ലാക്കിലാണ് ആ സ്റ്റിയറിംഗ് വീല് ഈ വണ്ടിയിലേക്ക് ഉൾച്ചേർത്തിരിക്കുന്നത്. ആ ഫുൾ ബ്ലാക്ക് 3 സ്പോക്ക് സ്റ്റിയറിംഗ് വീല് ഒരു പ്രത്യേക ഡിസൈനൊക്കെ ആണല്ലോ. ആ ഫുൾ ബ്ലാക്ക് 3 സ്പോക്ക് സ്റ്റിയറിംഗ് വീല് കയറ്റി കഴിഞ്ഞാൽ ആ ഡാഷ്ബോർഡിന്റെ ഒരു പ്രീമിയംനെസ് എന്ന് പറഞ്ഞാൽ വേറെ ലെവലായി എന്ന് വേണം പറയാൻ. അത്രയും അടിപൊളി ലുക്കാണ് പുതിയ ക്രെറ്റ ഇവിടെ ഡാഷ്ബോർഡിന്. ആ ഒരു 10.5 ഇഞ്ച് ഇൻഫോർടൈൻമെന്റ്, അതുപോലെ ഡിജിറ്റൽ ക്ലസ്റ്റർ, മീറ്ററുകളോടൊപ്പം സ്ക്രീനിനോടൊപ്പം ഈ ഒരു സ്റ്റിയറിംഗ് വീലും കൂടെ വന്നപ്പോഴത്തേനും വണ്ടി വേറെ ലെവൽ, പ്രീമിയംനെസ് വേറെ ലെവലായി എന്നാണ് എന്റെ പേഴ്സണൽ അഭിപ്രായം. നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ കമന്റ് ചെയ്യുക. പിന്നെ ഇതിനെപ്പറ്റി പറയാനുള്ള കാര്യം, ഇതിന്റെ കളേഴ്സ്, ഒരു മാറ്റ് ബ്ലൂ കളർ ഒരു രക്ഷയില്ലാത്ത കളറാണ്.
കുറച്ചും കൂടെ EV-കൾ ഇപ്പൊ വന്നേക്കുന്ന EV-കളിൽ വെച്ചിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ട കളർ എന്ന് വേണം പറയാൻ. അടിപൊളി കളറാണ് അത്. ഡ്യുവൽ ടോൺ ആണെങ്കിൽ കുറച്ചും കൂടെ പ്രീമിയം ആണ്. ഇപ്പം സിംഗിൾ ടോൺ ആകുന്ന കേസിൽ ഈ ക്രെറ്റ ടിപ്പിക്കലായിട്ട് കാണുന്ന ആ ഒരു റൂഫിലെ ആ ഒരു സിൽവർ ഒരു അലുമിനിയം കളർ ഇൻസേർട്ട് ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് എടുത്തറിയാൻ പറ്റത്തില്ല ഇങ്ങനത്തെ കളറിന്റെ ആ ഒരു ഭംഗി. മറിച്ച് ഡ്യുവൽ ടോൺ ആണെങ്കിൽ റൂഫ് പോർഷൻ ബ്ലാക്കി വരുമ്പോഴത്തേനും ആ ഒരു ലോവർ സെക്ഷനിലെ ഈ മാറ്റ് ബ്ലൂ കളർ അടിപൊളിയായിരിക്കും, ഒരു മാറ്റവും ഇല്ല. പിന്നെയുള്ള കളേഴ്സ് റെഡും ബ്ലാക്കും ആണ്. എനിക്ക് ബ്ലാക്കും ഇഷ്ടപ്പെട്ടു. റെഡ് അത്ര പോരാ എന്നൊരു ഫീൽ എനിക്കുണ്ട്. അത് പേഴ്സണൽ അഭിപ്രായം മാത്രമാണ്. നിങ്ങളുടെ ഇഷ്ടപ്പെട്ട കളർ നിങ്ങൾ കമന്റ് ചെയ്യാം. അപ്പൊ ഈ ഒരു കളറും പൊളിയാണ് വണ്ടിയുടെ. പിന്നെ പറയാനുള്ള കാര്യം ഇതിന്റെ ആ ഒരു സെൻട്രൽ കൺസോളിലെ ആ ഒരു ഫ്ലോട്ടിംഗ് പാനല്. ആ പാനലിലാണ് വണ്ടിയുടെ മോഡ് സ്വിച്ചിങ്ങിന്റെ ആ റോട്ടർ കൺട്രോൾ ബട്ടണും അതുപോലെ ഇലക്ട്രോണിക് പാർക്കിംഗ് ബ്രേക്കും അതുപോലെ വെന്റിലേറ്റഡ് സീറ്റ്സിന്റെ കാര്യങ്ങളും ഒക്കെ കൊടുത്തേക്കുന്ന ആ ഒരു പാനലിലാണ്, ഫ്ലോട്ടിംഗ് പാനലിലാണ്. അതും ഇതുവരെയുള്ള EV-കളും നമ്മൾ കണ്ടിട്ടില്ല. എല്ലാ EV-കളിലും സാധാരണ കുറച്ച് നമ്മളിങ്ങനെ കൈ ഇങ്ങനെ താത്തിക്കൊണ്ട് ചെയ്യണമെന്നായിരുന്നെങ്കിൽ ഇതിപ്പോൾ ആംറസ്റ്റേ കൈ വെച്ചുകൊണ്ട് തന്നെ കുറച്ചും കൂടെ കംഫർട്ടബിൾ ആയിട്ട് നമുക്ക് ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റും വണ്ടിയുടെ മോഡ്സും കാര്യങ്ങളൊക്കെ. 3 മോഡ്സ് ആണ് വരുന്നത്. അപ്പൊ അതൊക്കെ നമുക്ക് ഈസി ആയിട്ട് ഇങ്ങനെ ആംറസ്റ്റേ കൈ വെച്ചുകൊണ്ട് തന്നെ കൺട്രോൾ ചെയ്യാൻ പറ്റും. അതും ഒരു ഫീച്ചറായിട്ട് വണ്ടിയുടെ കുറച്ചും കൂടെ പ്രാക്ടിക്കാലിറ്റി വർദ്ധിപ്പിക്കുന്നു. ഈ വണ്ടി ഫാമിലീസ് എടുക്കാൻ കാര്യം തന്നെ ഇതിന്റെ പ്രാക്ടിക്കാലിറ്റിയിലെ ഒരുപാട് ഫാക്ടേഴ്സ് ഉണ്ടാവും ഫാമിലീസ് എടുക്കാൻ തന്നെ കാര്യം. പിന്നെ ക്രെറ്റ ഒന്നും മേടിച്ചിട്ട് ഞങ്ങളെ കിടന്നോളും, ഒരു പണിയും തരത്തില്ല. മാന്യമായിട്ട് സർവീസ് ചെയ്യാൻ കൊണ്ടു കിടക്കുക, അത്രയും കേസേ ഉള്ളൂ. ക്രെറ്റ വഴി കിടന്നോ ക്രെറ്റ പണി കിട്ടുന്നോ ഒന്നും ഞാൻ ഇതുവരെയും കേട്ടിട്ടില്ല കേട്ടോ. അതുകൊണ്ട് തന്നെ EV-യും അങ്ങനെ തന്നെ ആയിരിക്കും. പിന്നെ എടുത്തു പറയാനുള്ള മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ വണ്ടിയുടെ ചാർജിങ് ടൈമാണ്. ചാർജിങ് ടൈം എന്ന് പറഞ്ഞാൽ 4 മണിക്കൂറിനാണ് കൊണ്ടുപോയി പറഞ്ഞേക്കുന്നത്. അപ്പൊ ഞാൻ നോക്കിയിട്ട് സാധാരണ ഇപ്പൊ എക്സിസ്റ്റിംഗ് EV ഉള്ള ആൾക്കാരെല്ലാം പറയുന്നത് രാത്രി വീട്ടിലേക്ക് വരുന്നു, കുത്തിയിടുന്നു, രാവിലെ എടുക്കുന്നു, പോകുന്നു. 8 മണിക്കൂർ ടൈമിങ്ങുകൾ, നോർമൽ ടൈമിങ്ങുകൾ. ഈ ഒരു സമയത്ത് 4 മണിക്കൂറെ 0 to 100 ആവും എന്നൊരു കമ്പനി ക്ലെയിം ചെയ്യുമ്പോഴത്തേനും ആ ഒരു വേടി കൊണ്ടാകുന്ന ഇമ്പാക്റ്റിന്റെ വേറെ ലെവലാണ്. കാര്യം രാവിലെ ഓഫീസിൽ പോകുന്നു അല്ലെങ്കിൽ എവിടെയെങ്കിലും പോകുന്നു, ഒരു ഫംഗ്ഷന് പോകുന്നു, വണ്ടിയും കുത്തിയിടുന്നു, എടുക്കുന്നു, ബാക്കി നമ്മൾ അങ്ങോട്ട് പോകുന്നു. അപ്പം അങ്ങനെ പോകുമ്പോൾ എത്ര ദൂരം പോകാന്ന് ചോദിച്ചാല് ഈ വണ്ടിക്കുള്ളത് 2 റേഞ്ച് ഓപ്ഷൻസ് ആണ്. ലോ റേഞ്ച്, ഹൈ റേഞ്ച് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. ലോ റേഞ്ചിൽ 393 കിലോമീറ്റർ ആണെന്ന് തോന്നുന്നു, 370 പ്ലസ് എന്തായാലും ഉണ്ട്. ഹൈ റേഞ്ചിൽ, അതായത് ഏറ്റവും റേഞ്ച് കൂടിയ ഉയർന്ന മോഡലിൽ 473 കിലോമീറ്റർ ഈ വണ്ടി ഓടും എന്നാണ് ഹുണ്ടായി പറയുന്നത്. അപ്പം ഹുണ്ടായി ആയതുകൊണ്ട് 450 നമുക്ക് പ്രതീക്ഷിക്കാം. കാര്യം നമ്മളെ ഇതുവരെ ഹുണ്ടായി നിരാശപ്പെടുത്തിയിട്ടില്ല. ഓരോ വണ്ടികളിലും പുതിയ ഫീച്ചറെ കൊണ്ടും നമ്മുടെ കൂടെ, നമ്മുടെ നാട്ടിൽ നമ്മളോടൊപ്പം വളർന്നു വന്ന കമ്പനിയാണ് ഹുണ്ടായി. അപ്പോൾ പണ്ട് നമ്മുടെ i20 വന്ന സൺറൂഫ് ഒക്കെ ഞാൻ കിടുങ്ങി പോയൊരു കുട്ടിക്കാലം ഉണ്ടായിരുന്നിരിക്കും. അപ്പൊ നമുക്ക് വിശ്വസിക്കാം ഒരു 400 പ്ലസ് എന്നെ കാണിച്ചാലും ക്രെറ്റയ്ക്ക് കിട്ടുകയും ചെയ്യും. അത് ഒരു കുടുംബത്തെ സംബന്ധിച്ച് അല്ലെങ്കിൽ ഒരു യാത്രയെ സംബന്ധിച്ച് എപ്പോഴും പ്ലസ് പോയിന്റ് തന്നെ ആയിരിക്കും. പിന്നെ ഈ ഒരു ചാർജിങ് ടൈമും. അപ്പം ഇതൊന്നും ഞാൻ വണ്ടി ഓടിച്ചു നോക്കി പറഞ്ഞൊന്നുമല്ല, ഞാൻ വീഡിയോസ് ഒക്കെ റെഫർ ചെയ്ത് വണ്ടിയെ പറ്റി കൂടുതൽ അറിഞ്ഞ് ഞാൻ ഉണ്ടാക്കുന്നൊരു വീഡിയോ ആണ്. അപ്പം എല്ലാം എനിക്ക് കിട്ടിയ വിവരങ്ങൾ വെച്ചാണ് ഞാൻ പറഞ്ഞിരിക്കുന്നതും ചെയ്യുന്നതും. പിന്നെ ഈ വണ്ടിയെ പറ്റി എടുത്തു പറഞ്ഞ മറ്റൊരു കാര്യം, ഇതിന്റെ ബാക്ക് സീറ്റ് വരുന്ന ഒരു ഫോൾഡബിൾ ടേബിൾ ആണ്. അപ്പം ബാക്ക് സീറ്റിൽ ഇങ്ങനെ ഇപ്പം നമ്മുടെ മെഴ്സിഡീസ് ബെൻസിലെ കാണുന്ന പോലെ ഒരു ഫോൾഡ് നിൽക്കുന്നൊരു ഭാഗമുണ്ട്. അതിങ്ങനെ താഴോട്ടാക്കി കഴിഞ്ഞാൽ ഒരു ടേബിൾ ആവും. അവിടെ നമുക്ക് ലാപ്ടോപ്പ് ഒക്കെ വെച്ച് വേണമെങ്കിൽ വർക്ക് ചെയ്യാം, അല്ലെങ്കിൽ ടാബ് വെച്ച് എന്തെങ്കിലുമൊക്കെ ചെയ്യാം, അല്ലെങ്കിൽ ചുമ്മാ കപ്പ് ഹോൾഡേഴ്സ് ഒക്കെ ആണെങ്കിലും വെക്കാം. കപ്പൊക്കെ ആണെങ്കിലും വെച്ച് ഭക്ഷണമൊക്കെ കഴിച്ചുകൊണ്ട് ഹാപ്പി ആയിട്ടൊരു ലോങ് യാത്ര പോവാം. അങ്ങനെ ഒരു പ്രാക്ടിക്കാലിറ്റി ആംഗിളിലും പുതിയ ഫീച്ചേഴ്സ് ഈ വണ്ടിയിൽ ഒരുപാട് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പം ഞാൻ കാത്തിരുന്ന ഒരു വാഹനം ഇത്രയും ലോഡായിരിക്കും ഞാൻ ഒട്ടും വിചാരിച്ചില്ല. ശരിക്കും പറഞ്ഞാൽ പൈസ ഉണ്ടെങ്കിൽ ഒരു ക്രെറ്റ എടുത്തിട്ട് കഴിഞ്ഞാൽ എല്ലാ രീതിയിലും എനിക്ക് ഫീസിബിൾ ആണ്. കാര്യം എന്താണെന്ന് വെച്ചാൽ ചാർജിങ് ടൈം കുറവാണ്, നല്ല റേഞ്ച് ഉണ്ട്, നല്ല ഫീച്ചേഴ്സ് ഉണ്ട്. പിന്നെ അഡീഷണൽ ആയിട്ട് വന്നൊരു കാര്യം എന്ന് വെച്ചാൽ ഇതിന്റെ ഫ്രണ്ടിൽ ഒരു ഹുഡുണ്ട്. ഹുഡ് എന്ന് പറഞ്ഞാൽ അതിന്റെ പേര് ഫ്രൊങ്ക് എന്ന് പറയുന്ന, എനിക്ക് അറിഞ്ഞത് ഫ്രൊങ്ക് ഉണ്ട്. അതൊരു 22 ലിറ്റേഴ്സ് സ്റ്റോറേജ് സ്പേസ് ഫ്രണ്ടിലെ ബോണറ്റിനടിയിലും ഈ വണ്ടിക്ക് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു അഡീഷണൽ സ്റ്റോറേജ് സ്പേസ് ഒക്കെ ഏതെങ്കിലും വിധത്തിൽ കസ്റ്റമറിന് യൂസ്ഫുൾ ആകും എന്നറിയാവുന്നത് കൊണ്ട് തന്നെയായിരിക്കും ഹുണ്ടായി കൊടുത്തു വെച്ചേക്കുന്നത്. എന്താണെങ്കിലും യൂസ്ഫുൾ ആണ് എന്ന് തന്നെയാണ് എൻ്റെ പോയിന്റ് ഓഫ് വ്യൂ. പിന്നെ ക്രെറ്റ EVയെ പറ്റി പറയേണ്ട മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ ഈ വണ്ടി ഞാൻ ഓട്ടത് കാര്യം കേട്ടോ. അതായത് ഫ്രണ്ടില് വയർലെസ് ചാർജിങ് പാഡിനടുത്ത് നോർമൽ ഒരു C ടൈപ്പ് ചാർജിങ്ങും പിന്നെ ഒരു ടൈപ്പ് 2.0 USB ചാർജിങ്ങും അതുപോലെ ചാർജർ കുത്താനുള്ള ഒരു ഇലക്ട്രിക് പോയിന്റും കൊടുത്തിട്ടുണ്ട്. 12 വാട്ടിന്റെ സോക്കറ്റും കൊടുത്തിട്ടുണ്ട്.
അപ്പം അതുകൊണ്ടൊക്കെ ഒരു യൂസറിന്റെ ഒരു കസ്റ്റമറിന്റെ എല്ലാ ടൈപ്പുള്ള നീഡ്സും അറിഞ്ഞുകൊണ്ടാണ് ഹുണ്ടായി ഈ വാഹനത്തെ സജ്ജമാക്കിയിരിക്കുന്നത് വേണം പറയാൻ. അപ്പം എന്താണെങ്കിലും ഇത്തരം ഫീച്ചേഴ്സും ഇതുപോലത്തെ ഒരു വിലയും ഇത്ര റേഞ്ചും ഒക്കെ ആയിട്ട് വരുന്ന ഈ ഒരു ഹുണ്ടായി ക്രെറ്റ EV ഇനിയും ഇന്ത്യയിലെ കുടുംബങ്ങൾ ഏറ്റെടുക്കും, വിജയിപ്പിക്കും എന്നുള്ള കാര്യത്തിൽ എനിക്ക് പേഴ്സണലി ഒരു സംശയവുമില്ല. ഹുണ്ടായി ക്രെറ്റ അന്നും ഇന്നും ഒരു പക്ക ഫാമിലി കാറായിട്ടാണ് അറിയപ്പെടുന്നത്. ആ ഒരു ബാഡ്ജിങ് ഉള്ളത് കൊണ്ട് തന്നെ ഈ ഒരു EVക്കും അതേ ബാഡ്ജിങ് കസ്റ്റമേഴ്സ് നൽകുന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. ഒരു കസ്റ്റമർ നോക്കുമ്പം അവന് വേണ്ട എല്ലാ കാര്യങ്ങളും ആ വണ്ടിയിലുണ്ട്. അത്യാവശ്യം നല്ല റേഞ്ച് ഉണ്ട്, ഫീച്ചേഴ്സ് ഉണ്ട്, നല്ലൊരു പ്രൈസിങ് ആണ്. അതുപോലെ തന്നെ ഡീസന്റ് ആയിട്ട് കൊണ്ടെടുക്കാൻ പറ്റുന്ന ഒരു നല്ല EV ആയിരിക്കും, അത് ഒരു സംശയമില്ല. കാര്യം ഹുണ്ടായി പുതിയൊരു കമ്പനിയൊന്നും അല്ല, അവർക്ക് ഓൾറെഡി EV ഉണ്ട്. ഹുണ്ടായി കോണയായിരുന്നു എൻ്റെ അറിവിൽ ഇന്ത്യയിൽ ആദ്യമായിട്ട് വന്ന ഈ ഒരു EV SUV എന്നൊക്കെ പറയാവുന്ന ഒരു വാഹനം. നല്ലൊരു വാഹനമാണ് ഹുണ്ടായി കോണ EV. അതിപ്പോഴും കൊടുക്കാതെ ഉപയോഗിക്കുന്ന ഒരു കൂട്ടുകാരൻ എനിക്കുണ്ട്. അവൻ്റെ അപ്പനെ വേണ്ടി കൊടുക്കുമെന്നാണ് പറയുന്നത്. എന്നാണെങ്കിലും അടിപൊളി വണ്ടി ഹുണ്ടായി കോന EV ഞാൻ ഓടിച്ചിട്ടുണ്ട്. അപ്പൊ ഈ വണ്ടി ടെസ്റ്റ് ഡ്രൈവിന് കിട്ടിയാൽ എന്നാലും ഞാൻ ഓടിക്കും. അതിന്റെ റിവ്യൂ അതേ ഇരുന്ന് തന്നെ പറയാൻ ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ എന്നോട് തന്നെ പറയുവാണ്. നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ, സബ്സ്ക്രൈബേഴ്സ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഷോറൂമിൽ പോകാനും അതുപോലെ വണ്ടി ചോദിക്കാനൊക്കെ പറ്റത്തുള്ളൂ. നമ്മൾ ഷോറൂമിൽ വണ്ടി ചോദിക്കുന്നത് അവർ പറയുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ ചാനൽ ഏതാണ്, എത്ര സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്, എത്ര വ്യൂ ഉണ്ടെന്നൊക്കെ ചോദിക്കുന്നത്. ആ ഒരു കാര്യത്തിൽ ഞാനിപ്പം കയറി വരുന്നേ ഉള്ളൂ. അപ്പം നിങ്ങളൊന്ന് സപ്പോർട്ട് ചെയ്യുക. അങ്ങനെ ഒരു മീഡിയ ഡ്രൈവിനൊക്കെ പോകാൻ പറ്റുന്ന ലെവലിലേക്ക് എത്തുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ദ ബെസ്റ്റ് കാർ റിവ്യൂസ് തരും എന്നുള്ള കാര്യത്തിൽ ഞാൻ ഉറപ്പ് തരുന്നു. ഇറ്റ്സ് മൈ പ്രോമിസ്. അപ്പോൾ ഗൈസ്, നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾ വീഡിയോ ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ അമർത്തുക. അതുപോലെ തന്നെ എൻ്റെ ഇൻസ്റ്റാഗ്രാം പേജ് ഞാൻ താഴെ മെൻഷൻ ചെയ്യുന്നുണ്ട്, അവിടെ അതും ഒന്ന് ഫോളോ ചെയ്യുക. അവിടെ അപ്ഡേറ്റ്സ് ഒക്കെ വരുന്നതായിരിക്കും. അപ്പം ഇത്ര നേരം എന്നെ കണ്ട എല്ലാവർക്കും നന്ദി അറിയിച്ചുകൊണ്ട് ഞാൻ നിങ്ങൾ സ്വന്തം SB സൈനിങ്ങോ. അതോടൊപ്പം തന്നെ ഹുണ്ടായി ക്രെറ്റ EVക്ക് നല്ലൊരു ഭാവി നേർന്നുകൊണ്ട് ഈ വീഡിയോ നിർത്തട്ടെ. ബൈ.